അബ്ദുൾ റഹീമിന്റെ മോചനത്തിനു വേണ്ടി 34 കോടി സമാഹരിച്ച കേരളീയരെ നമുക്ക് ഏത് രീതിയിലും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഏകദേശം 3.5 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു കേരളത്തിൽ ഓരോരുത്തരും 10 രൂപ കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 34 കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ ജനസംഖ്യ വെച്ച് ഗുണിക്കുമ്പോൾ ഓരോ ആൾക്കാരും ചെറിയതും വലിയവരുമായ എല്ലാവരും 10 രൂപ വെച്ച് കൊടുത്തു എന്ന് നമുക്ക് പറയാം. ഇതൊരു വലിയ ഒരു വീണ്ടെടുപ്പാണ്. പക്ഷേ എന്തുതരം നിയമമാണ് എന്ന് ഞാൻ സംശയിക്കായിരുന്നു. ഒരു നിയമജ്ഞൻ എന്നുള്ള നിയമം പഠിച്ചാണെന്ന നിലയിലും ഈ ഒരു നിയമം ഏതുതരം നിയമമാണ്? ഇദ്ദേഹത്തിന്റെ കേസ് ഉണ്ടാകുന്നത് 2006-ലാണ്. 2006-ലാണ് സൗദിയിലെ ഒരു കുടുംബത്തിലെ ഒരു ഡിസേബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കെയർ ടേക്കർ ആയിട്ടിരുന്ന അബ്ദുൾ റഹീമിനെ ഈ കുട്ടിയുമായിട്ട് പോകുന്ന സമയത്ത് ഈ കുട്ടി ട്രാഫിക് നിയമം ലംഘിക്കണം എന്ന് പറഞ്ഞ് കാർ ഓടിച്ചു പോകുമ്പോൾ ലംഘിക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അബ്ദുൾ റഹീമുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും അവസാനം ഇതിന്റെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അബ്ദുൾ റഹീമിന്റെ കൈ തട്ടി ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. ഇത് 2018 ആ കോടതി അതിന് വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിനുശേഷം ഏകദേശം 10-18 വർഷങ്ങൾ കഴിഞ്ഞ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇത് കേൾക്കുന്നത്. അബ്ദുൾ റഹീമിന്റെ അമ്മ ഇവിടെ വളരെ വ്യസനത്തോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം ആ കുടുംബ പാർഡൻ കൊടുക്കാത്തതിനാൽ 34 കോടി ബ്ലഡ് മണി ആയിട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ മോചിപ്പിക്കാം, സൗദി ജയിലിൽ നിന്ന് മോചിപ്പിക്കാം എന്നുള്ള ആ നിയമം വളരെയധികം വിചിത്രമായ നിയമമാണ്. കാര്യം ഇപ്പോൾ കാശുള്ള ആർക്കും എന്തും ചെയ്യാം, ധൈര്യത്തോടെ ഇരുന്നാൽ മതി. ബ്ലഡ് മണി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാമെന്ന് നമ്മുടെ നിയമം വിളിച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ CRPC-യിലോ ഒന്നും ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നടത്തില്ല. ഒരു പണക്കാരനും പൈസ എറിഞ്ഞിട്ട് അവന് കൊലക്കാരന് ഊരിക്കൊണ്ട് പോകാൻ പറ്റില്ല. പാവപ്പെട്ടവരും പണക്കാരനും ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരേ തരം നിയമമാണ്. ഒരു ബ്ലഡ് മണി നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ലോയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സാധിക്കില്ല. പക്ഷെ എന്നാലും നമ്മുടെ മലയാളികളുടെ കരുണ പ്രത്യേകം എടുത്തു പറയത്തക്ക ഒരു സംഭവമാണ്. ആ സംഭവത്തോടുകൂടി നമ്മുടെ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു. ഒരിക്കലും സൗദിക്കാർ പോലും വിചാരിച്ചില്ല ഇത്രയും ഒരു 34 കോടി രൂപ റൈസ് ചെയ്ത് നമ്മൾ മലയാളികളെല്ലാം കൂടെ കൊണ്ട് കൊടുക്കുമെന്ന്. പ്രത്യേകിച്ചും നമ്മുടെ ബോച്ചയെ അഭിനന്ദിക്കാതിരിക്കാൻ നിർത്തിയില്ല. ബോബി ചെമ്മണ്ണൂരിന്റെ പ്രവർത്തനങ്ങളെ ഈടുത്തിയും പരസ്യമായി പുകഴ്ത്തിയും പല രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും സാജൻ എന്ന് പറയുന്ന മറുനാടൻ സാജൻ, അദ്ദേഹത്തെ നോക്കിക്കൊള്ളണം, നമ്മൾ മുൻകൂട്ടി കരുതിക്കൊള്ളണം. അദ്ദേഹം പലപ്പോഴും എന്തെങ്കിലും ഒരു ചൂണ്ട എറിയുന്നതിന് മുമ്പ് അത് വേറെ എന്തെങ്കിലും കണ്ടിട്ടാണ് അറിയുന്നതെന്നൊക്കെ ഉള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. അത് മലയാളികൾ പ്രബുദ്ധരായിരുന്നാൽ മാത്രം മതി. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊന്നും വാങ്ങാതിരുന്നാൽ മതി. അദ്ദേഹത്തിന് ക്രെഡിറ്റ് സൊസൈറ്റികൾ ഒക്കെ ഉണ്ട്. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റികൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. പല ക്രെഡിറ്റ് സിസ്റ്റങ്ങളും ഉണ്ട്. അതൊക്കെ മലയാളിയുടെ ബുദ്ധിപൂർവമായ ചോയ്സിന് വിട്ടുകൊടുക്കും. എന്തുതന്നെയാലും ബോച്ചെ എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്ത കാര്യം വളരെ നമ്മുടെ ഒരു ഉത്തമ മാതൃകയാണ്. നമ്മൾ ഒരാൾ മുന്നിട്ടിറങ്ങുമ്പോൾ അദ്ദേഹം 1 കോടി സമാഹരിച്ചു, അമ്മയുടെ 1 ലക്ഷം രൂപ വാങ്ങുന്നതൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ശ്രമഫലം അദ്ദേഹം മാത്രമല്ല, ഈ ഒരു റംസാൻ മാസകാലമായിരുന്നതിനാൽ റംസാൻ മുസ്ലിങ്ങളെല്ലാം മലപ്പുറത്തു നിന്നാണ് ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 75ഓളം വിദേശത്തുള്ള ഓർഗനൈസേഷനുകൾ ഹെൽപ്പ് ചെയ്തു, രാഷ്ട്രീയ പാർട്ടിക്കാർ ഹെൽപ്പ് ചെയ്തു, വലിയ വലിയ കമ്പനികളും ഒക്കെയാണ് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്തത്. അല്ലെങ്കിൽ 34 കോടി എന്നൊക്കെ പറഞ്ഞാൽ അൺഇമാജിനബിൾ എമൗണ്ടാണ്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത എമൗണ്ടാണ് നമ്മൾ മലയാളികളെല്ലാം കൂടെ തന്നെ പിരിച്ചെടുത്തത്. പല കാര്യങ്ങളിലും നമുക്ക് ഇനി ഇതുപോലെ ഇടപെടാൻ കഴിയും. മലയാളികളുടെ ശക്തി, യുണൈറ്റഡ് ആയിട്ടുള്ള ശക്തി വളരെ വളരെ ഇതാണ് എന്നുള്ള വളരെ നമ്മളൊരു കാര്യക്ഷമമാണെന്നുള്ളതാണ് ഈ ഒരു കാര്യം നമ്മളെ കാണിക്കുന്നത്. പണ്ട് നമ്മൾ ഇതുപോലെ 10-12 കോടി ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ നിമിഷ നേരം കൊണ്ട് റേസ് ചെയ്തു. പ്രത്യേകിച്ച് ഒരു മൊബൈൽ ആപ്പ് ഫോം ചെയ്തുകൊണ്ടായതിനാൽ പ്രത്യേകിച്ച് ഓരോ സമയം എത്ര പൈസ വന്നു, എത്ര മാത്രമായി, തികച്ചും അക്കൗണ്ടബിൾ ആയിട്ടുള്ള സംവിധാനമായിരുന്നു ഇത്തവണ ഈ ഒരു അബ്ദുൾ റഹീമിന് വേണ്ടിയുള്ള 34 കോടി രൂപ നമ്മൾ കളക്ട് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ അതുപോലുള്ള ആപ്പുകളുണ്ടെങ്കിൽ ഓരോ 1 രൂപ പോലും അതിനകത്ത് വരുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് അറിയത്തക്ക രീതിയിലൊരു സിസ്റ്റം ഫോം ചെയ്തുകൊണ്ടാണ് ഇത്തവണ ഈ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ അതിന് 5 ദിവസം ബാക്കി നിൽക്കുകയാണ്. നമ്മുടെ ഒരു വളരെ കൂലങ്കഷമായ, അതായത് ഏപ്രിൽ 18 അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുമെന്നാണ് പറഞ്ഞത്. 2024 ഏപ്രിൽ 18 കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞു. അതിനോടകമാണ് ഈ ബ്ലഡ് മണിയായി 34 കോടി എത്തിക്കട്ടെ. വളരെ ശ്രമകരമായ കാര്യമാണ്. 1 കോടി രൂപ ബോച്ചെ തന്നെ കൊടുത്തു. ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓർഗനൈസേഷനുകളും പൊളിറ്റിക്കൽ പാർട്ടിയും ഈച്ച് ആൻഡ് എവരി പേഴ്സണും ഓരോരോ മനുഷ്യരും റംസാൻ കാലമായിട്ട് ഇത് വളരെ ഈസിയായിട്ട് നടന്നു. റംസാന്റെ സക്കാത്തുകളെല്ലാം ആൾക്കാർ ഇതിലേക്ക് നൽകുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വളരെ ശ്രമകരമായ ഒരു യുണൈറ്റഡ് ഐകമത്യം മഹാബലം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് നമ്മൾ നടന്നത്. നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമില്ല. ബോച്ചയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ബോച്ചെ ഒരുപാട് പേര് പരാതി പറയുന്നെങ്കിലും ഒരുപാട് അഭിനന്ദനമായ കാര്യങ്ങളാണ് ഓരോ നമ്മൾ ഓരോ മെസ്സേജുകൾക്കടിയിൽ നമ്മൾ കാണുന്നത്.
ബോച്ച ഒരു മനുഷ്യസ്നേഹിയാണോ അല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നാലും അദ്ദേഹം ചെയ്തതിനെ നമ്മൾ കമൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകം അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകളൊക്കെ ഉണ്ടെന്ന് ഷാജിൻ പറയുന്നെങ്കിൽ അത് നമ്മൾ കെയർഫുൾ ആയിട്ടിരുന്നാൽ മതി. മലയാളികൾ കെയർഫുൾ ആയിട്ട് നല്ലൊരു കാര്യം ചെയ്താൽ നമ്മൾ നല്ല കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം. അദ്ദേഹത്തെ എടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം നല്ല ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തെന്നുള്ളത് നമ്മളെല്ലാം മലയാളികളെല്ലാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അതുപോലെ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു മനുഷ്യൻ മുമ്പിൽ നിൽക്കുമ്പോൾ ആൾക്കാരെല്ലാം എൻ്റെ കൂടെ നിന്നു. അദ്ദേഹം ഒരു കോമാളിയാണെന്നൊക്കെ പറയുന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാര്യം വളരെ രസമാണ്. ഒരു അമ്മയുടെ കണ്ണുനീർ വീഴാതെ ബോച്ചെ ചെയ്ത കാര്യം ഞാൻ തികച്ചും അതിനെ അഭിനന്ദനാർഹമായ കാര്യമായിട്ട് തന്നെ കാണുന്നു. മലയാളികൾക്ക് ഇങ്ങനെ ഓരോ ഐക്കൺസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഐക്കൺസ് വഴി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു സാധാരണക്കാരൻ പറഞ്ഞ് ചിലപ്പോൾ അത് കേൾക്കണമെന്നില്ല. ഈ ഐക്കൺസ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മൾ തമാശക്കാരെന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ മുന്നോട്ടിറങ്ങി പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതുപോലെ സമൂഹത്തിൽ ഒത്തിരി ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും പല സിസ്റ്റങ്ങളും മലപ്പുറത്ത് പല സിസ്റ്റങ്ങളുണ്ട്. ഒരു കല്യാണത്തിന് പലരും ചേർന്ന് സഹകരിക്കുന്നതും ഇങ്ങനെ ഉത്തമ മാതൃകയാണ്. മലപ്പുറത്ത് പോയാൽ പട്ടിണി കിടക്കേണ്ട എന്നൊരു ചൊല്ലുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലമായ മലപ്പുറത്തുനിന്ന് ഇത്രയൊരു കോൺട്രിബ്യൂഷൻ കിട്ടി. പക്ഷേ എന്നാലും സൗദി നിയമത്തെ എനിക്ക് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ ഈ വീഡിയോ കൂടെ ഒന്ന് പറയണം. എന്തായാലും ഒരു ബ്ലഡ് മണി കൊടുത്ത് റിലീസ് ചെയ്യുന്നൊരു സംവിധാനം അതൊരു ലോയിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. സൗദി ലോയിൽ അത് ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ലോയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നല്ല പൈസക്കാരന് ബ്ലഡ് മണി ആവശ്യം പോലെ കൊടുത്ത് ഊരിക്കൊണ്ട് പോരാൻ സാധിക്കുമല്ലോ. അത് കുടുംബത്തിന് തന്നെ ആയിരിക്കും 34 കോടി കിട്ടുന്നത്. എന്നാൽ പോലും ഇത്തരം നിയമങ്ങൾ നമ്മളൊന്ന് കൂലങ്കഷമായിട്ട് മുസ്ലിം രാജ്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. നമ്മളൊരു അപ്പം 2 ഇക്വാലിറ്റി ബിഫോർ ലാ നിയമത്തിന് മുമ്പിൽ തുല്യത എന്നുള്ള കാര്യം ഇല്ലാതാവണം. പൈസ കൊടുത്ത് ഒരു കൊലക്കേറിന്ന് പോലും ഊരാവുന്ന സിസ്റ്റം. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിനാണെങ്കിൽ ഒരാളെ കൊലയ്ക്ക് വിധിച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിന് പാർഡൺ കൊടുക്കാനുള്ള പവർ ഒഴിച്ചാൽ ബാക്കിയുള്ള പൈസകളോ സ്വാധീനങ്ങളോ ഒന്നും കൊടുത്ത് പൈസ കുറച്ച് പാർട്ടായിട്ട് കൊടുക്കും. പക്ഷേ ഒരു അൾട്ടിമേറ്റ് സംഭവത്തിനൊക്കെ പൈസ കൊടുത്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞ സംഭവം ഈ ക്രൂരമായ പണിഷ്മെൻ്റ് ആയിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വികലാംഗനായ ഒരു കുട്ടിയും കൂടെയായിരുന്നു. ആ കുട്ടി എപ്പോൾ വേണമെങ്കിലും മരിക്കാം, ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജിൽ മരിക്കാം. അത് മനഃപൂർവ്വമായ നരഹത്യയാണോ എന്ന് ഇപ്പോഴും സംശയമുണ്ട്. അഥവാ അത് അബദ്ധവശാൽ കൈവിട്ടി നശിക്കുന്നതിന് നമ്മൾ ഇന്ത്യൻ നിയമത്തിലൊക്കെ കൾപ്പിബിൾ ഹോമിസൈഡ് എന്ന് പറയാം. ഒരു ചെറിയ ശിക്ഷയെ കൊടുക്കത്തുള്ളൂ. ഇത്ര ഒരു മരണശിക്ഷ കൊടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിലില്ല. നമ്മുടെ സിസ്റ്റത്തിൽ അബദ്ധവശാൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ലൈഫ് ഇംപ്രസ്മെൻ്റ് പോലുള്ള കാര്യങ്ങൾ പോലും കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ സൗദി നിയമം വളരെ കട്ടിയായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ മാറ്റേണ്ട ആധുനിക കാലത്ത് അതൊക്കെ മാറ്റേണ്ട സമയമുണ്ട്. പലപ്പോഴുമല്ലല്ലോ ചെയ്തത്, പലപ്പോഴും അറിയാതെ സംഭവിച്ചതാണ്. അതും ആ കുട്ടി ഏതോ ട്രാഫിക് വയലേഷൻ ചെയ്യാൻ പറഞ്ഞു. അത് വേറെ കയറിപ്പോകാൻ പറ്റാത്ത റോഡിലൂടെ കയറിപ്പോകാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പോൾ അത് തടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കൈ വെച്ചപ്പോൾ ആ ജീവൻ രക്ഷാപകരണം തട്ടി മാറിപ്പോയി. ആ കുഞ്ഞ് മരിച്ചു പോയതാണ്. ആ കുഞ്ഞിനെ ഒരു ഇത്ര ഒരു ഡിസേബിൾഡ് ആയ ഒരു കുട്ടിയെ ഇത്രയും നാൾ നോക്കിയ അബ്ദുൾ റഹീമിനെ പോലെ ഒരാളെ ഇത്രമായ ക്രൂരമായ പണിഷ്മെന്റ് വിധേയമാക്കുമ്പോൾ ഇനി സൗദി അറേബ്യയിൽ ഇതുപോലെ പല കെയർ ടേക്കറായിട്ട് നിൽക്കുന്ന പലരും വീണ്ടും കെയർഫുൾ ആവേണ്ടി വരും എന്നുള്ളതാണ് ഒരു സൂചന നൽകുന്നത്. അപ്പോൾ അവർക്ക് തന്നെ കെയർ ടേക്കിങ്ങിനൊക്കെ ആളെ കിട്ടത്തില്ല. അപ്പോൾ അതും ആ ഇത്തരം നിയമങ്ങൾ മാറ്റേണ്ടതിനെ കുറിച്ച് സൗദി സർക്കാർ ആലോചിക്കേണ്ടതുമാണ്. വാസ്തവത്തിൽ അബദ്ധവശാൽ പറ്റിപ്പോയതാണല്ലോ. അതിന് കൾപ്പിബിൾ ഹോമിസൈഡ് എന്നുള്ള റേഞ്ചിൽ ശിക്ഷ കൊടുത്താൽ മതിയായിരുന്നു. ഇത് പക്ഷേ ക്രൂരമായി 18 വർഷം ജയിലിൽ കിട്ടിയതിന് ശേഷം, ഞാൻ പറഞ്ഞല്ലോ ഈ കേസ് 2006 തുടങ്ങിയ കേസാണ്. 2006 ഇൻസിഡൻറ്റ് തുടങ്ങി. അതിപ്പോൾ 2024 അതിൻ്റെ പരിപൂർണമായ വിധി. ഈ ഏപ്രിൽ മാസം 18 അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പറഞ്ഞത്. അതൊക്കെ തന്നെ എത്ര ലോങ് വെയിറ്റിംഗ് പീരീഡ്. അതൊരു ലൈഫ് ഇംപ്രസ്മെൻറ്റ് തന്നെ അദ്ദേഹം ജയിലിൽ കടന്നു കഴിഞ്ഞു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് പാർഡൻ കൊടുക്കാനുള്ള ബന്ധുക്കളുടെ പാർഡൻ ഇല്ല എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ്. അബദ്ധവശാൽ സംഭവിച്ചതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പുനരാലോചിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബോച്ച ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് കൊണ്ടൊക്കെ ഉള്ള വീഡിയോകൾ ഞാൻ കണ്ടു. വാസ്തവത്തിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് സമൂഹം കെയർഫുൾ ആയി വരും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല കാര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അദ്ദേഹം പലതും മുന്നിൽ കണ്ടുകൊണ്ട് ആയിരിക്കും പരസ്യത്തിന് വേണ്ടി തന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും പരസ്യം വേണമല്ലോ. അദ്ദേഹത്തിന് പരസ്യമില്ലാതെ അദ്ദേഹത്തിന് ബിസിനസ് ഓടിക്കാനൊക്കത്തില്ലല്ലോ. ബിസിനസ് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങളെ അദ്ദേഹം ചെയ്തതിനെ പ്രൊമോട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ബോച്ചയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് മറ്റൊരു സ്ഥലത്ത് കാണാം. അബ്ദുൾ റഹ്മാൻ്റെ ഫാമിലി തിരിച്ചു വരുമ്പോൾ അബ്ദുൾ റഹ്മാൻ ഒരു പണിയും കൊടുക്കാമെന്ന്, നല്ലൊരു തൊഴിലും കൊടുക്കാമെന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആളായിട്ട് അദ്ദേഹത്തിന് മാനേജറായിട്ട് ഒരു കടയിൽ കേട്ട് കൊടുക്കാമെന്നും ബോച്ചെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രമിക്കണം. മുൻകാല ഒന്നും നിറവേറ്റിയിട്ടില്ല എന്ന് നമ്മുടെ ഭരതൻ ഷാജൻ പറയുന്നു. അദ്ദേഹം നിറവേറ്റുവാനോട് ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗറായി നിന്ന് ഒരു ഷോയ്ക്ക് മാത്രമല്ലാതെ അദ്ദേഹം നല്ലവനായി തീരട്ടെ. അദ്ദേഹം ചെയ്തതിന് ഏറ്റവും നന്ദി. മലയാളികൾ പുറകിൽ നിന്ന അസംഖ്യം ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മനുഷ്യനും 10 രൂപ വെച്ചിട്ടുണ്ട്. നമ്മൾ ഐക്യമത്യം ബഹാബലം, നമ്മൾ കേരളത്തിലുള്ളവരെല്ലാം യുണൈറ്റഡ് ആയിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊന്നും തിരിയാതെ നമ്മൾ എല്ലാവരും എല്ലാ മതക്കാർക്ക് വേണ്ടി ഒരു ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് സഹകരിക്കും. നമ്മളെല്ലാം നമ്മുടെ ഉള്ളിലൂടുന്ന രക്തമെല്ലാം ഒന്നാണ്. മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കുള്ള ഫീലിങ്സുകളെല്ലാം ഒന്നാണ്. നമുക്ക് ചിലപ്പോൾ
നമുക്ക് വിശക്കുമ്പോൾ മറ്റുള്ളവർക്കും വിശക്കുമെന്നും നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ന്യായമായ കാര്യങ്ങൾ മറ്റുള്ളവർക്കും വേണമെന്നും മാത്രം ജടിക്കുന്നതാണ് ന്യായമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ആൾ. ഇത്തരത്തിൽ ഇതൊരു വലിയ ന്യായമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ എന്നെ പ്രോത്സാഹിപ്പിക്കും. നമുക്ക് മറ്റൊരു സ്ഥലത്തിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയി വരുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെനിക്കൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഒരുപാട് ഷോർട്സുകളും ചെയ്യുന്നുണ്ട്. നിങ്ങളത് ഒക്കെ കാണണം. മറ്റൊരു വീഡിയോ വേണ്ട മറ്റൊരു സ്ഥലത്തിൽ കാണാം. നന്ദി, നമസ്കാരം.